ഉണ്ണിഗണപതിയുടെ കൂടെ കാളിയെ കൂട്ടണമെന്നായി. അപ്പൊ രണ്ടാളായി. അപ്പോഴാണ് ആര് നിൽക്കണോ? സുബ്രഹ്മണ്യൻ. ഓ സുബ്രഹ്മണ്യ ഇവിടെ വരിക. ആ തന്നെ തന്നെയാ വിളിക്കണത്. കാളി ഇവിടെ വരൂ. ശാസ്താവ് ശാസ്താവ് ഇവിടെ വരൂ. മൂന്നാളും ഇങ്ങോട്ട് വരൂ. നല്ല കഥയായി. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിക്കോളൂ. ഉണ്ണിഗണപതിയാ, സുബ്രഹ്മണ്യൻ, കാളി. കുളിച്ചിട്ടൊക്കെ ഉണ്ട് കാളി. എന്തായാലും സുന്ദരി ആയിട്ടുണ്ട്. സംശയമൊന്നും ഉണ്ടായില്ല. 4 ഉണ്ണികളെയും ആരെ കൂടെ കൂട്ടാനായി? ഈ ഉണ്ണിഗണപതിയുടെ കൂടെ കൂട്ടാനായി. അപ്പോഴാണ് ഭഗവാന്റെ അടുത്തൊരു പ്രയോഗം. എനിക്ക് ഉണ്ണികളെയൊക്കെ വൈശ്രവന്റെ കൂടെ വിടണമെന്നുണ്ട്, പക്ഷേ ഞാനില്ലാതെ എങ്ങനെയാ വേണ്ടത്? വൈശ്രവണൻ പറഞ്ഞു, എന്താ ഭഗവാൻ പറയണത്? ഭഗവാൻ ഇല്ലാതെ ഞാൻ ഉണ്ണികളുടെ കൂടെ പോവേ? സംശയമൊന്നും ഉണ്ടായില്ല. ഭഗവാനും പുറപ്പെടാനായി. ഭഗവാൻ പുറപ്പെടാനായപ്പോഴാണ് ഭഗവാന്റെ അടുത്തൊരു പ്രയോഗം. ഇതാ നിൽക്കണു. അരെ ദേവി പാർവതി. പാർവതി ഇവിടെ വരൂ. ഉണ്ണികളുടെ അമ്മയാ. ആള് നിസാരക്കാരിയല്ല. ദേവി ഇങ്ങനെ കാത്തിരിക്കുക. എന്താ അവസ്ഥ? വേറൊന്നല്ല, ഭഗവാൻ കുടുംബസമേതം പുറപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി പുറപ്പെടാതിരിക്കോ? വൈശ്രവണം പറഞ്ഞു, എന്താ ഭഗവാൻ പറയണത്? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ എന്റെ ഭവനത്തില് കുടുംബസമേതം വരിക. ആര്? മക്കള്, അമ്മ, അച്ഛൻ. അതാണല്ലോ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമാണ്. അപ്പൊ എന്തിനു പറയണു? ഭഗവാൻ കുടുംബസമേതമായി. അപ്പോഴാണ് ഭഗവാന്റെ അടുത്തൊരു പ്രയോഗം. ഞാന് കുടുംബസമേതം പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഭൂതഗണങ്ങളുണ്ട്. ഒരുത്തൻ ചാടി പുറപ്പെട്ടു, ഭൃങ്കി. മറ്റൊരുത്ത ഭൃങ്കീരടി. ഇതൊക്കെ നായാട്ടിന് വേണ്ടി പുറപ്പെടുന്ന സകല ആൾക്കാരുണ്ട്. നോക്കുമ്പോ എന്താ കാണുന്ന കാഴ്ച? ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ത്രിലോക്യവാസികൾ മുഴുവനും എവിടേക്ക് പുറപ്പെടാനായി? വൈശ്രവണന്റെ രാജധാനിയിലേക്ക് പുറപ്പെടാനായി. വൈശ്രവണാവട്ടെ ആദ്യം ഒരാളെയാണ് മനസ്സിൽ കരുതിയത്. ഇപ്പോ ത്രിലോക്യവാസികൾ മുഴുവനായി. ഭഗവാൻ ആദ്യം എന്താ പറഞ്ഞത്? അല്ലേ വൈശ്രവണ, താൻ ഇതിനൊന്നും പുറപ്പെടണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. വൈശ്രവണൻ കേട്ടില്ല. വൈശ്രവണൻ ആഗ്രഹം കൊണ്ട് പറഞ്ഞു 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 വന്നപ്പോ ത്രിലോക്യവാസികൾ മുഴുവനായി. എപ്പോ എന്താ അവസ്ഥ? ഇത് എല്ലാവർക്കും ഒരു പ്രാർത്ഥന കൊടുക്കണം. അതിനിപ്പോ ഒരു ദിവസം കൊണ്ട് മതിയാവോ? വൈശ്രവണം പറഞ്ഞു, എന്തായാലും ഭഗവാൻ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്, ത്രിലോക്യവാസികൾ മുഴുവനായ സ്ഥിതിക്ക് ഇന്നൊക്കെ ഒരു 7ാമത്തെ ദിവസം പോരെ എന്നായി. എന്താ വൈശ്രവണ? അതൊക്കെ വൈശ്രവണന്റെ ഇഷ്ടം. ഞങ്ങൾ എപ്പോഴാ വരേണ്ടത്, എങ്ങനെയാ വരേണ്ടത് എന്നുള്ളതൊക്കെ വൈശ്രവണൻ നിശ്ചയിച്ചാ മതിയെന്നായി. അങ്ങനെ ഇന്നൊക്കെ 7ാമത്തെ ദിവസം ത്രിലോക്യവാസികൾ മുഴുവൻ എവിടേക്ക് പുറപ്പെടാനായി? അളകാ രാജധാനിക്ക് ആ വൈശ്രവണന്റെ പ്രാതല കഴിക്കാനായിട്ട് പുറപ്പെടാനായി. അങ്ങനെ ഭഗവാനെ ക്ഷണിക്കേണ്ട പോലെയൊക്കെ ക്ഷണിച്ചു. അത് വേണല്ലോ. പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. എന്താ വേണ്ടത്? ആദ്യം ക്ഷണം കേമാവണം. പറയാതെ വയ്യ. ആദ്യത്തെ ക്ഷണം. അതെ ദേവി ഇവിടെ വരൂ. പാർവതി, ആദ്യം ദേവിയോടാണ് പറയേണ്ടത്. അടുത്തേക്ക് വരൂ ദേവി. നന്നായി. അതേ മറക്കരുത്. ഇവിടെ ഇരുന്നോളൂ. ഇന്നൊക്കെ 7ാമത്തെ ദിവസം എന്റെ ഭവനത്തിലേക്ക് പുറപ്പെടണം. മനസ്സിലായോ? ഞാൻ ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തര് 2 ഉണ്ണികള് ഇനി പ്രത്യേകിച്ച് അറിയോന്നും വേണ്ടല്ലോ. 7ാമത്തെ ദിവസം. അതേ എവിടേക്കാ വായ പൊളിച്ച് പോണത്? മറന്നിട്ടൊന്നുമില്ലല്ലോ. 7ാമത്തെ ദിവസം. അതേ താടിക്ക് കൈകൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇന്നൊക്കെ 7ാമത്തെ ദിവസം. അതേ എന്താ ഈ അവിടെ ഇങ്ങനെ വായ പൊളിച്ചിരിക്കണത്? 1, 2, 3 ഈ കാണുന്നവരോടൊക്കെ പറയണം. നോക്കുമ്പോ എന്താ അവസ്ഥ? ഓരോരുത്തരോടും കണ്ടു പറയണം. അതേ ഇവിടെ 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 എവിടേക്കാ ഈ പോണത്? ഇന്നൊക്കെ 7ാമത്തെ ദിവസമാണ് കേട്ടോ, മറക്കരുത്. പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ ഓർമ്മയില്ല. 7ാമത്തെ ദിവസം കാര്യമായിട്ട് ക്ഷണിച്ചു. അങ്ങനെ വേണം. ക്ഷണം കേമാവണം. പറയാതെ വയ്യാട്ടോ. ക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരെയും കാണേണ്ടത് പോലെ കണ്ടു. അങ്ങനെ ആ വൈശ്രവണൻ എവിടേക്ക് പുറപ്പെട്ടു? അളകാ രാജധാനിയിലേക്ക് ചെന്നു. ഇനി എന്താ? 7ാമത്തെ ദിവസം ത്രിലോക്യവാസികൾ മുഴുവനും പുറപ്പെട്ടു വരുമ്പോ അളകാ രാജധാനിയില് ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. അതിനിപ്പോ
എന്താ വേണ്ടത്? വന്ന ഉടനെ തന്നെ അളകാ രാജധാനിയിലെ സകല പ്രവർത്തിക്കാരെയും ആ മന്ത്രിമാരെയും ഒക്കെ ചുമതലക്കാര് രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും വിളിച്ചു വരുത്തി. അതെ, മൂന്നാളെ എവിടേക്കാ പോണത്? ഇവിടെ ഇരിക്കും. നല്ല കാര്യമായി, ചുമതല കിട്ടുന്നു പറഞ്ഞപ്പോ തന്നെ എണീറ്റ് പോവാട്ടോ. അതെ, ഇവിടെ വരൂ. അവിടെ ഇരിക്കാൻ. നല്ല കഥയായി. ഇനിയിപ്പോ നിങ്ങളോടൊക്കെ പ്രത്യേകിച്ച് പറയണോ? അതെ, എന്താ അങ്ങനെ നിൽക്കണത്? എവിടേക്കാ നാലെണ്ണം അങ്ങനെ പോണത്? ഇവിടെ വരൂ. ഇവിടെ അവിടെ എല്ലാം ഇങ്ങനെ വരൂ. ഇവിടെ ഇനിയിപ്പോ നിങ്ങൾ മുമ്പത്തെ പോലെയല്ല, മനസ്സിലായോ? ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് എല്ലാവർക്കും ഒരു ചുമതല തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, ഇവിടെ എത്തിക്ക് വരൂ. അതൊക്കെ പറഞ്ഞാ കേക്കണ്ടേ? ഇവിടെ അടുത്തേക്ക് വരൂ. 4 എണ്ണം, 1 2 3 4. എല്ലാവരും വരിക. സംശയമൊന്നുണ്ട്. അതെ, എന്താ അങ്ങനെ കൈ കെട്ടിയിരിക്കണതോ? അപ്പൊ ഇതിനോ ഉണ്ണി. നല്ല കഥയായി. ഇവിടെ ഓരോരുത്തരും ഇരിക്കാൻ തന്നെ കിട്ടാതിരിക്കുക. ഇതിന് ഇരുന്ന് അവിടെ നിന്ന് ചാടി എണ്ണീറ്റ് പോവുക. അവിടെ വെക്കാൻ. അതെ, വേറൊന്നല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധയോടുകൂടി ഇനി കേൾക്കണം. ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുത്തിട്ടാണ്. വേറൊന്നല്ല, ഞാൻ ഇന്നൊക്കെ 7ാമത്തെ ദിവസം ഭഗവാനെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നുണ്ട്. അപ്പോ രാജധാനിയിലേക്ക് പുറപ്പെട്ടു വരുമ്പോ ഒരു കുറവും ഇവിടെ വരാൻ പാടില്ല. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ ഭഗവാന്റെ എഴുന്നള്ളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്സവമാണ്. ഉത്സവം കേമാവണമെങ്കിൽ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിനിപ്പോ എന്താ വേണ്ടത്? ആദ്യം ഇവിടെ നടക്കുന്ന ചുമതലയല്ല കേട്ടോ. ഭഗവാന്റെ എഴുന്നള്ളത്ത് വരുന്ന സന്ദർഭത്തിങ്കൽ കാര്യങ്ങള് വേണ്ട രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കണം. അതിനിപ്പോ എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് സ്വീകരണം. അതിപ്പോ ആരായിട്ടെടുക്കുക? ഇവിടെ പറ്റുമോ? ഇവിടെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാ, പ്രായം കുറച്ചുണ്ട്. സ്വീകരണം കേമാവില്ല. എന്താ സ്വീകരണം കേമാവണമെങ്കിൽ ആരെ ഏൽപ്പിക്കേണ്ടത്? ഇവിടെയൊക്കെ ഏൽപ്പിച്ചാ നന്നാവോ? താടിയൊക്കെ വന്നു, കഷണ്ടിയൊക്കെ ബാധിച്ചു തുടങ്ങി, സ്വീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരില്ല. എന്താ ഇവിടെ വരൂ. നല്ല കഥയായി. ഇങ്ങനെയുള്ള ആൾക്കാരാണ് സ്വീകരിക്കാൻ നിൽക്കേണ്ടത്. അതെ, മനസ്സിലായോ? സ്വീകരണം കേമാവണമെങ്കിൽ ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ട് നിർത്തി നോക്കൂ. എന്താ സ്വീകരണം കേമാവൻ സ്ത്രീകളാണ് കേമം. അല്ലേ? എന്താ കാരണം? ഇതുപോലെയൊന്നും വസ്ത്രം ധരിച്ചാൽ പോരാട്ടോ. കേമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ആ ഭഗവാൻ എഴുന്നള്ളുന്ന സന്ദർഭത്തിങ്കൽ ഗോപുരവാദിക്കൽ ചെന്നങ്ങോട്ട് നിൽക്കുക. അപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെയാണ്. ഒന്ന് എണീക്കൂ. എല്ലാവരും ഒന്ന് കാണട്ടെ ആരാ സ്വീകരിക്കാൻ വരുന്നത്. ഭഗവാനെ സ്വീകരിക്കാനുള്ള ഒരു ദൈവ നിയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വീകരണത്തിന്റെ ചുമതല. ഇനി മാറി ആരും പോയി നിൽക്കണ്ട, പറഞ്ഞില്ലാന്ന് വേണ്ട, അവിടെ ഇരുന്നോളൂ. അപ്പൊ സ്വീകരണത്തിന്റെ ചുമതല അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഓരോരോ ചുമതലകൾ അങ്ങോട്ട് കൊടുക്കാൻ അങ്ങോട്ട് തുടങ്ങി. പിന്നെന്താ വേണ്ടത്? ആ സ്വീകരിച്ചൊക്കെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്ത് ഇരുത്തേണ്ട ചുമതല. അതിപ്പോ ആരാ വേണ്ടത്? അതേ, കാലുമേ കാലും കെട്ടി വെച്ചിരുന്നിട്ട് കാര്യമില്ല. അവനവന്റെ ഇരിപ്പിടം മാത്രം നോക്കിയാൽ പോരാ, നാളേക്ക് കുറച്ചും കൂടി ഇരിപ്പിടം ആവാന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്ന് പറയിപ്പിക്കരുത്. അനവധി ഇരിപ്പിടങ്ങൾ കൊണ്ടുവന്നിരുന്നത് ഉത്തരവാദിത്വം ഒരാൾക്ക്. പിന്നെയോ അവിടെയൊക്കെ കൊലപാട് നോക്കേണ്ട ഉത്തരവാദിത്വം ഒരാൾക്ക്. ഇവിടെ 2 ആൾക്കും ഓരോ ചുമതല തരട്ടെ. വെള്ളം പോലുള്ള ചാണകം മെഴുകലും എങ്ങനെയാ പറ്റുമോ? ഇവിടെയൊക്കെ ഒന്ന് ചാണകം മെഴുകണം, നന്നായിട്ട് വെള്ളം കോരി കൊണ്ടുവരണം. വരൂ. അതെ, ഭഗവാന്റെ എഴുന്നള്ളത്തിന് ഏതാ ചുമതല വേണ്ടത്? ചാണകം താല്പര്യമുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കേമാക്കണം ഇല്ല. ശ്രദ്ധ അത്രേ വേണ്ടുള്ളൂ. ചുമതലകൾ ഓരോരുത്തരും കൃത്യമായിട്ട് നിർവഹിക്കണം. അങ്ങനെ ഓരോരോ ചുമതലകൾ എങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു തുടങ്ങി. പക്ഷേ ഈ ത്രിലോക്യവാസികൾ മുഴുവനും പുറപ്പെട്ടു വരുമ്പോ ഏതാ പ്രധാനപ്പെട്ട കാര്യം എന്നാണെങ്കിൽ പ്രാതല്, ഭക്ഷണത്തിന്റെ കാര്യമാണല്ലോ. അതിന് ഒരു ചുമതലക്കാര് വേണം. ആരാ ഈ ഭക്ഷണത്തിന്റെ ചുമതല ഏൽക്കുക? ഇവിടെയാവാന്നാ തോന്നുന്നത്. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. എന്താ കാരണം? വേറൊന്നല്ല, ഭക്ഷണത്തിന്റെ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരപ്പെട്ട ചുമതലയല്ല. അടുപ്പ് കൂട്ടി ശീലമുള്ളവരെ കൊണ്ട് അടുപ്പ് കൂട്ടിക്കണം. എങ്ങനെയാ അടുപ്പ് കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? 4 കല്ല് നിരത്തിയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടുപ്പാവില്ല. എന്താ വേണ്ടത്? ഒരു കല്ല് ഇവിടെ വെച്ച് അടുത്ത കല്ല് അപ്പുറത്ത് വെച്ച് ഇപ്പുറത്തെ കല്ല് മുക്കിയെന്ന് വെക്കണം. മറ്റേ 2 കല്ലും തരക്കേടൊന്നുമില്ല, ഒരേ വലിപ്പം ആ തലകള്. പക്ഷെ ഈ തലയ്ക്ക് കുറച്ചങ്ങോട്ട് വലിപ്പം കുറവുണ്ട്. അതൊന്ന്
നോക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എട്ടുകാതം ചരക്ക് അവിടെ ഇങ്ങോട്ട് ഇരിക്കും. ഇവിടെ പാകമായിട്ടുള്ളൊരു ഇതാട്ടോ 1, 2, 3 ഇങ്ങനെ വേണം അടുപ്പ് കൂട്ടുക. അങ്ങനെ അടുപ്പ് കൂട്ടി ശീലമുള്ളവരെ കൊണ്ട് അടുപ്പ് കൂട്ടിക്കണം. പിന്നെയോ പലവ്യഞ്ജനങ്ങള് ധാരാളം കരുതണം. പലവ്യഞ്ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ എഴുന്നള്ളത്താ, ഭഗവാൻ വന്ന് കഴിക്കാനുള്ളതാ. അപ്പോ അത് കാര്യമായിട്ട് കരുതേണ്ടതുണ്ട്. പിന്നെയോ ഇത് ഉണ്ടാക്കുന്നവരും കേമാവണം. കൊടുക്കേണ്ടത് ആർക്കാണ്? ഭഗവാനാണ് കൊടുക്കേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഭഗവാന്റെ സന്നിധിയില് കൈക്കലൊക്കെ എങ്ങനെയുണ്ടായി? അതേ മോശമായി എന്ന് അറിയിപ്പിക്കാൻ ഇടവരുത്തരുത്. അപ്പൊ എന്താ വേണ്ടത്? ഉണ്ടാക്കി കൊടുക്കുന്നവർ നന്നാവണം. അതെങ്ങനെയാ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുക? നിശ്ചയുണ്ടോ? മനസ്സറിഞ്ഞ് ഉണ്ടാക്കണം. അപ്പോഴാണ് കഴിക്കുന്നവർക്ക് രുചി ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ എങ്ങനെ ഉണ്ടാക്കുക? മനസ്സറിഞ്ഞിട്ടല്ല ഉണ്ടാക്കുക, ശരീരം അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക. മനസ്സും ശരീരവും അർപ്പിക്കാൻ പാടില്ല, മനസ്സ് മാത്രമാണ് ഭക്ഷണത്തിൽ അർപ്പിക്കുക. ആദ്യം അവസാനം ശ്രദ്ധ ഭക്ഷണത്തിൽ ഉണ്ടാവണം. അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞ് കുറച്ചു നേരം അത് നോക്കുക, കുറച്ചു നേരം അപ്പുറത്ത് ചെല്ലുക, കുറച്ചു നേരം ഇപ്പുറത്ത് ചെല്ലുക, കുറച്ചു നേരം അവിടെ നിൽക്കുക, കുറച്ചു നേരം ഇവിടെ നിൽക്കുക, കുറച്ചു നേരം അത് കാണുക, കുറച്ചു നേരം ഇത് കാണുക. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഭക്ഷണം കേമാവില്ല. ആദ്യ അവസാനം എന്തുണ്ടാവണം? ഭക്ഷണത്തിന്റെ മുന്നിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണം കേമാവും. പിന്നെയോ അതുപോലെ തന്നെ വിളമ്പിക്കൊടുക്കുന്നവരോ നന്നാവണം. എന്താ തനിക്ക് വേണ്ടത്? എലിശ്ശേരി. താൻ എന്തായിരുന്നു വിളിക്കണത്? എലിശ്ശേരി എടുത്ത് കുളിക്കുക, തിരുമ്പി ഇരിക്കാതെ ഒന്ന് എണീറ്റ് പോടോ എന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഈ കിടന്ന് പരിഗണത്? എന്താ വേണ്ടത്? അല്ല എന്നൊക്കെ പറഞ്ഞ് പപ്പടം കൊണ്ടുവരുന്ന ആള് കുടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് സുഖം ഉണ്ടാവില്ല. വിളമ്പി കൊടുക്കുന്നവരോ നന്നാവണം, ശുചീകരണം കേമാവണം. അപ്പോ ഭക്ഷണത്തിന്റെ ചുമതല ഒരാളെ ഇങ്ങനെ ഏൽപ്പിച്ചു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഒക്കെ നോക്കി നടത്തുന്നതിന് എന്തു വേണോ? ധനകാര്യം. അതിപ്പോ ആരെയാ വേണ്ടത്? അത് ഇവിടെ ഏൽപ്പിക്കുക എന്നാ തോന്നുന്നത്. സമ്പത്തിന്റെ കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ചിലപ്പോ നിരോധനം ഉണ്ടാവും. കേട്ടിട്ടില്ലേ? അശരീരി വാക്യം ചിലപ്പോ ഉണ്ടാവും. അപ്പുറത്തെ രാജ്യത്തിന് ബുദ്ധിമുട്ടാവും. അപ്പൊ കാലയെ കൂട്ടി കരുതി വെക്കണം. മനസ്സിലായില്ലേ? അപ്പോ ധനകാര്യത്തിന്റെ കാര്യം ഒരാളെ കൂടി ചുമതലപ്പെടുത്തി അങ്ങനെ ചുമതലകൾ കൊടുത്തു. ദിവസങ്ങള് ഓരോന്ന് കഴിയാനും കൂടെ തുടങ്ങി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. കുലവാടി ഇടുന്നവര് കുലവാടി ഇടുണ്ട്, കുരുത്തോല തൂക്കുണ്ടവര് കുരുത്തോല തൂക്കുണ്ട്. ദീപാലങ്കാരങ്ങൾ ഇങ്ങനെ സജ്ജമാക്കി തുടങ്ങി. അലങ്കാരങ്ങൾ ഓരോന്ന് എന്താ? ആ ഭഗവാൻ എഴുന്നള്ളി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരപ്പെട്ട കാര്യമല്ല. ശ്രീകണ്ഠന്റെ എഴുന്നള്ളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരമായിട്ടുള്ളതാ. സംശയമൊന്നും ഉണ്ടായില്ല. ആ വൈശ്രവണന്റെ രാജന് ഉത്സവമായിട്ട് നിസാരപ്പെട്ടത്. എല്ലാവരും ഉത്സാഹത്തോടുകൂടി ഭഗവാന്റെ എഴുന്നള്ളത്ത് കേമാക്കുക. അതാണല്ലോ വേണ്ടത്. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വൈശ്രവണൻ ആരെ കാണാൻ പോക്കുണ്ട്? ഭഗവാനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ആ വൈശ്രവണൻ ആ ഭഗവാന്റെ സന്നിധിയിൽ ചെന്നപ്പോഴാണ് ആര് കണ്ടു? ഉണ്ണി എവിടേക്കാ? ഇവിടെ വരൂ. ചാടി പുറപ്പെടുക. പാപ്പം കിട്ടും വെച്ചിട്ട് ചാടിയതാ. വൈശ്രവണ്ണ കണ്ടപ്പോഴേ ഇവിടെ ഇരിക്കൂ. എന്താ ഉണ്ണി, ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് ചാടി എണീറ്റ് പോവുകയാണോ വേണ്ടത്? അവിടെ ഇരിക്കൂ. ഏഴാമത്തെ ദിവസമല്ലേ നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോ ആ ക്ഷണിച്ച ദിവസമല്ലേ നമ്മൾ പുറപ്പെടാൻ പാടുള്ളൂ. അല്ലാതെ ചാടി എണീറ്റ് പോവുകയാണോ വൈശ്രവണ്ണെ കണ്ട വഴിക്ക്? ഭഗവാനെ കാണാൻ വേണ്ടി വന്നിരിക്കുക വൈശ്രവണ്ണി. കാര്യമായിട്ട് എന്തോ കരുതിയിട്ടുണ്ട്. ഉണ്ണി വിചാരിച്ച് എന്തോ അകത്തേക്ക് ആക്കണത്. ആ വലിപ്പം കണ്ടാൽ തന്നെ അറിയാം എന്തോ അകത്തേക്ക് കിട്ടുന്ന വെച്ചിട്ടാ ചാടി പോണതേ. സംശയമൊന്നും ഉണ്ടായില്ല. ഉണ്ണി ഗണപതിയെ അവിടെ ഉണ്ണി ഗണപതിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, വൈശ്രവണ്ണെ കണ്ടാൽ വൈശ്രവന്റെ കൂടെ രാജധാനിയിലേക്ക് പോവാം. പക്ഷേ ഏഴാമത്തെ ദിവസമല്ലേ വേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒരു വിധം കഴിഞ്ഞു. നാലാമത്തെ ദിവസമായി. ഭഗവാനെ കാണല് പതിവുണ്ട്, നമസ്കരിക്കല് പതിവുണ്ട്, വരല് പതിവുണ്ട്. അങ്ങനെ അഞ്ചാമത്തെ ദിവസമൊക്കെ ആയി. വൈശ്രവണ്ണാവട്ടെ 5 ആയപ്പോ ഒന്ന് നോക്കാനൊക്കെ തുടങ്ങി. എങ്ങനെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ നോക്കണില്ലേ? ഇനി അധികം ഇല്ല, 5 ദിവസമായി. ഇനിയിപ്പോ 6 കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഭഗവാന്റെ എഴുന്നള്ളത്താ. ഞാൻ ഒന്ന് ഭഗവാനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് 5ാമത്തെ ദിവസവും ഭഗവാനെ കണ്ടു. തിരിച്ചങ്ങോട്ട് മടങ്ങി. പിറ്റേന്ന് പ്രഭാതമായി. 6ാമത്തെ ദിവസം
ദിവസമായി, സംശയമൊന്നും ഉണ്ടാവില്ല. പതിവ് പോലെ വൈശ്രവണൻ എണീറ്റ് കുളിയും ദേവകാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ആ ഭഗവാനെ പോയി കണ്ടു, ഒന്ന് നമസ്കരിച്ചു, തിരിച്ചങ്ങോട്ട് വന്നു. പിറ്റേന്ന് പ്രഭാതം എന്ന് പറയുന്നത് ഭഗവാന്റെ എഴുന്നള്ളത്ത. സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എഴുന്നള്ളത്ത് കേമാവണല്ലോ, ഇനി എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്കാൻ വേണ്ടി ആ പ്രദേശത്തിങ്കൽ അളകാ രാജധാനിയിൽ ഇങ്ങനെ നടക്കാൻ ഇങ്ങോട്ട് തുടങ്ങി. സ്വീകരണത്തിന്റെ കാര്യങ്ങള് വേണ്ട രീതിയിലാവില്ലേ? അതേ, എവിടേക്കാ ചാടിപ്പോയത്? ചുമതല കൊടുത്തു കഴിഞ്ഞാൽ അബദ്ധമാവോ? നാളെ ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടോ. അതേ, എന്താ ഏറ്റിപ്പിടിച്ച് നിക്കണത്? വെള്ളമാണോ കയ്യിലുള്ളത്? നോക്കുമ്പോഴാ വൈശ്രവണം നോക്കുമ്പോ ഒരാള് വെള്ളത്തിന്റെ ചുമതലയുള്ള ആള് വെള്ളം ഏറ്റിപ്പിടിച്ചിട്ട് വരിക. എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? അല്ല, ഞങ്ങള് ആ ഭക്ഷണപ്പരിയിലേക്കുള്ള വെള്ളം കോരിയാണ്.